ഹായ്, അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഹൈസ്കൂളിന് വേണ്ടിയിട്ടുള്ള സാരിയുടെ തലയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള അച്ച് ഒരു 4 അച്ച് നമുക്ക് വേണം. അതിൽ നമ്മൾ അച്ച് വെട്ടി കാണിച്ചു. നമ്മൾക്ക് ഒരു ഫസ്റ്റ് ചെറിയൊരു അരിപ്പ സെൻറ്ററിൽ കുത്താനായിട്ട് ഒരു അരിപ്പ വേണം. അത് നമ്മളിത് ഉരുളകണം കൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്കിങ്ങനെ ചതുരനാക്കി തിരിച്ചതിന് ശേഷം നമുക്കിങ്ങനെ ആർച്ചാക്കിയാൽ മതി. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനുള്ള വഴികളാണ് കേട്ടോ, അത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് മുറിച്ച് അതിൽ കിട്ടുന്നു. നിങ്ങൾക്ക് എളുപ്പത്തിൽ റൗണ്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. ക്യാരറ്റ് ആണെങ്കിൽ വട്ടം നല്ല ഷേപ്പുള്ളത് കിട്ടുകയാണെങ്കിൽ ഒരു കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേഗം അരിപ്പ് വെട്ടാൻ സുഖമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉരുളക്കിഴങ്ങിൽ നമ്മൾ ചെയ്യണം. നമ്മൾ സെൻറ്ററിൽ നിന്ന് ചെറിയൊരു പീസ് എടുത്ത് പിന്നെ ഇവിടെ എടുത്തു. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് ഒരു റൗണ്ട് അരിപ്പ് എടുത്ത് ഇതിൻ്റെ ഒരു പകുതി ഹാഫ് റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മുട്ട് പോലെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു മുട്ടിൻ്റെ കടയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത്, ഷേപ്പ് എടുക്കുന്നത്. ഇനി നമുക്ക് അരിപ്പ പോലെ തന്നെ കറക്റ്റ് ചെയ്ത് വെട്ടണം കേട്ടോ. അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടായിട്ട് വെട്ടണം. ഫസ്റ്റ് നമ്മൾ ഇവിടെ ചെയ്യണത് ഇതിപ്പോൾ നമ്മൾ റൗണ്ട് പിന്നെ അതിൻ്റെ മുട്ട് പോലെ മുകളിലേക്ക് ചെയ്യാനുള്ളതാണ് വരുന്നതാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. പകുതി മുട്ടിൻ്റെ കടയിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മളിപ്പോൾ അരിപ്പ സെൻറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ചെറിയൊരു അതിൽ വേണം, ചെറിയ അതിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ഉരുളക്കിഴങ്ങ് നമ്മൾ എടുക്കും കേട്ടോ. നമ്മൾ പതി ഇവിടെ നിന്ന് കട്ട് ചെയ്തു. ഇതിപ്പോൾ നമുക്ക് ബ്ലേഡ് കത്തി കൊണ്ടും ചെയ്യാം കേട്ടോ. ചെറിയ അതിനുള്ളത് ഇപ്പോൾ നമുക്ക് നീളം കൂടുതലുണ്ടെങ്കിൽ കുറച്ചുകൂടി കുറയ്ക്കാം. ഇതിൻ്റെ ഇതൊന്ന് ക്ലിയർ ചെയ്യുക കേട്ടോ. നമ്മൾ ഇവിടെ അടിവശം എന്നിട്ട് ക്ലിയർ ചെയ്യുക. പൊഴിയെടുക്കുക, സൂര്യനെടുക്കണം ഇവിടെ ഉണ്ടോ. അതിലേക്ക് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ സെൻറ്ററിൽ നിന്ന് നമ്മൾ ഇതിങ്ങനെ ഇവിടത്തോളം വരെ എടുത്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇവിടെ നിന്ന് വേറെ ഇങ്ങനെ എടുത്തു. നമ്മളെടുത്തു കണ്ടില്ലേ, 3 ഉണ്ടോ. അപ്പോൾ നമ്മൾ 3 എടുത്തത് കണ്ടില്ലേ. ഇതൊക്കെ ഒരു സെൻറ്ററിൽ വലുത് എടുത്തിട്ട് 2 സൈഡിൽ ചെറുതെടുത്ത് കണ്ടില്ലേ. ഇനി ഇതിൻ്റെ വലിയൊരു ഏതലും കൂടി നമുക്ക് ഉണ്ടാക്കണം. ഏതലിന് നമ്മൾ ഇത് കറക്റ്റ് ചെയ്യണം. ഇതൊക്കെ ഈ വലിയൊരു ഉരുളക്കിഴങ്ങിനെ നമ്മൾ കഷ്ണിക്കാൻ പോകണം. ഇതിപ്പോൾ നേരത്തെ വെട്ടിയതിനേലും അതിനേലും ഒരു നല്ല വലിപ്പം വ്യത്യാസം ഉണ്ടാവണം കേട്ടോ. ഇതിന് ഇരട്ടി വലിപ്പത്തിലാണ് നമ്മൾ എടുക്കുന്നത്, വലിയൊരു അതിൽ കേട്ടോ. ഇതിന് നമ്മൾ ചെയ്യാൻ പോണത് 2-3 അതിലാക്കി തിരിക്കണം അതിന് കേട്ടോ. നമ്മളിങ്ങനെ ഒന്ന് പേനോട് വരച്ചു കണ്ടില്ലേ. അതാണ് പൊടിയെടുക്കാൻ പോകുന്നത്.
ഉണ്ടോ കാണിച്ചു പറഞ്ഞിട്ട് ഉണ്ടല്ലേ. പുറത്തുനിന്ന് നമ്മൾ പറഞ്ഞു എടുക്കണം കേട്ടോ അതിൻ്റെ. നമ്മൾ ഇവിടെ ഒരു സൂര്യൻ എടുക്കുന്നുണ്ട്. സൂര്യൻ വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കള്ളി നമ്മൾ പറഞ്ഞു എടുക്കുന്നുണ്ട്. ഇതാണ് വലിയ അതിൽ കേട്ടോ. രണ്ടതിൻ്റെ വ്യത്യാസം കണ്ടില്ലേ? ഇതാണ് ചെറുത്, അതിന് വലിയ അതിൽ കേട്ടോ. നമ്മളൊരു ചെറിയ വേറൊരു അച്ച് കലം മോഡൽ ഒരു അച്ച് ഉണ്ടാക്കണം കേട്ടോ. വേറൊരു അച്ചും കൂടി ചെറുത് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ചെറിയൊരു അച്ച് വേറെ ഒന്ന് വെട്ടാൽ മതി. സംസാരിക്കും. പ്ലെയിൻ സ്ഥലത്തൊക്കെ നമ്മൾ ഓരോ പൊഴി സൂര്യൻ കൊടുത്തുകൊണ്ടാണ്. ഇവിടെ ഒരു വലിയ സൂര്യൻ കൊടുത്ത് കള്ളിയായിട്ട് കൊടുത്തുകൊണ്ടാണ്. ഇനി ഇതിൽ നമുക്ക് ചെയ്യണ്ട, ഇതിൽ ചെറിയ ഇതിലാണ് നമുക്കെല്ലാം ചെയ്യണില്ല കേട്ടോ. പേനയുടെ ടോപ്പ് കൊണ്ട് നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ഓർത്തത് ചെയ്യണം. അതിന് താഴ്ന്ന അടിയിലേക്ക് പോവരുത് കേട്ടോ. നമുക്ക് ഒരു ഡിസൈൻ റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ,
നമ്മൾ ചെയ്യാൻ പോണത് ഇതിൻ്റെ ഓരോ ലൈൻ എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിവിടെ ഇങ്ങനെ ഒരു തൂത്തിട്ട് ഇവിടെ നിന്ന് എടുക്കാം. എന്താ ആണ് തിരിച്ചു പിടിക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇതിങ്ങനെ നമ്മൾ ഇതിൻ്റെ പോയിന്റ് ഉണ്ട്. ചെയ്യുമ്പോൾ ഇതാണ്. ഇതും ചെയ്തു. വെച്ചിൻ്റെ ഒരു വർക്കുകൾ ചെയ്ത് ഇനി കുറച്ച് പോയിന്റ് എടുക്കാം അവിടെ നിന്ന്. അപ്പോൾ നമുക്ക് 6 അച്ചാണ് നമ്മൾ ഒരു സാരി തലിക്ക് വേണ്ടിയിട്ട് വെട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ അച്ച് കണ്ടില്ലേ, ചെറുത് സെൻറ്റർ അച്ചാണ് ഇത് കേട്ടോ, അരിപ്പ എന്ന് പറയുന്നത് കണ്ട. പിന്നെ അതിൻ്റെ ഒരു മുട്ട് പോലെ കിട്ടാൻ വേണ്ടിയുള്ളൊരു ഹാഫായിട്ട് കണ്ട, ഒരു സൈഡ് ഇതായിട്ടുള്ള മുട്ടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് ഒരു അച്ച്. പിന്നെ രണ്ടാമത് ഒരു ചെറിയൊരു എതൽ വെട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഒരു 2-3 എതൽ കൂടി ഒരു എതൽ വെട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ഡിസൈൻ അച്ച് വെട്ടിയിട്ടുണ്ട് കേട്ടോ, ഒരു താമര പോലുള്ള ഒരു അച്ച്. പിന്നെ ഒരു മയിലിൻ്റെ ഒരു അച്ച് വെട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ 2, 4, 6 അച്ച് കൊണ്ടാണ് നമ്മൾ സാരിത്താല് ചെയ്യാൻ